സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്നാണ്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി പറയുന്നതിന് മുമ്പ് നമുക്ക് കുറേ ഡാറ്റാസൊക്കെ കിട്ടുകയെന്ന് വിചാരിക്കുക. കുറേ ഡാറ്റാസ് അല്ലെങ്കിൽ നമ്പേഴ്സ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പേഴ്സ് കിട്ടുവാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്ത് അതെന്ത് ചെയ്യും? ഒരു ഫ്രീക്വൻസി ടേബിളായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യും. ഓക്കെ, ഫ്രീക്വൻസി ടേബിളായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യും. ഓക്കെ, അത് നമ്മളൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം. ഇനി ഈ പ്രോസസ്സില്ലേ, ക്ലാസിഫിക്കേഷൻ്റെയും ടാബുലേഷൻ്റെയും ഒക്കെ പ്രോസസ്സ് എന്തിനാ? ഹ്യൂജ് മാസ് ഓഫ് ഡാറ്റാസിനെ എന്ത് ചെയ്യാൻ? ചെറിയ സൈസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമുക്ക് കുറച്ചും കൂടി വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിന് നമുക്കിങ്ങനെ ചെറിയ നമ്പേഴ്സിക്കൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മൾ ഒരു ഗ്രാഫൊക്കെ വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ വേറെ എന്താ അതിൻ്റെ തെറ്റ്? നമുക്ക് കുറേ ഇത്ര നമ്പേഴ്സാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അത്ര അധികം നമ്പേഴ്സ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കനോട്ട് പ്രിസൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസുകളിൽ നമുക്കൊരു സിംഗിൾ നമ്പേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഇതിങ്ങനെയുള്ള ഒരു ടെൻഡൻസി ടു ക്ലസ്റ്റർ അല്ലാന്നുണ്ടെങ്കിലോ സിംഗിൾ ഫിഗർ, ഈ ഫിഗറിനൊക്കെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? സെൻട്രൽ ടെൻഡൻസി, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഓക്കെ, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ 5 ടൈപ്പ് ഉണ്ട്. ക്ലാസിഫൈ ചെയ്തപ്പോൾ 5 ടൈപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് അരിതമെറ്റിക് മീന്, രണ്ടാമത്തെ ജോമെട്രിക് മീൻ, മൂന്നാമത്തെ ഹാർമോണിക് മീന്, നാലാമത്തെ മീഡിയൻ, പിന്നെ മോഡ്. പഠിച്ചുല്ലോ? ഓക്കെ, അത്രയേ ഉള്ളൂ. നമുക്ക് ഡെഫിനീഷനൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഡെഫിനീഷൻ നിങ്ങൾക്ക് എഴുതി തരാതിരുന്നത്. നമുക്ക് ആകെ മനസ്സിലാക്കി വയ്ക്കേണ്ടത് മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിനെ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആവറേജസിനെ 5 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നമുക്ക് ഓരോന്ന് പഠിക്കാം. നമുക്ക് വീണ്ടും വരാം. നമ്മളെന്താ പറഞ്ഞത്? അരിതമെറ്റിക് മീനിനെ കുറിച്ചല്ല, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ കുറിച്ചിട്ടാണ് പഠിച്ചത് അല്ലേ. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ ഫസ്റ്റ് വൺ ആണ് അരിതമെറ്റിക് മീൻ. അപ്പോൾ അരിതമെറ്റിക് മീൻ എന്താണെന്ന് ഡെഫിനീഷനൊന്നും നമുക്ക് വേണ്ട, പക്ഷേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതൊരു സിമ്പിൾ എവറേജ് കണ്ടുപിടിക്കില്ലേ നമ്മളിപ്പോൾ വൈഡ്ലി എവറേജസ് കണ്ടുപിടിക്കുന്ന മോസ്റ്റ് പോപ്പുലർ അല്ലെങ്കിൽ എല്ലാവരും സിമ്പിളി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സിമ്പിളി മീൻ എന്ന് പറയാം. അത്രയേ ഉള്ളൂ. അരിതമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ മീനാണ്. എങ്ങനെ സാധാരണ എവറേജ് കണ്ടുപിടിക്കുക, അതാണ് അരിതമെറ്റിക് മീൻ. അത്രയേ ഉള്ളൂ. എമ്മിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് ബാർ എന്ന് വെച്ചിട്ടാണ്. എന്താണ് എക്സ് ബാർ? ഓക്കെ, എക്സ് മുകളിലൊരു വര വരയ്ക്കുക, അത്രയേ ഉള്ളൂ, എക്സ് ബാർ. ഓക്കെ, ഇനി ഫോർ റോ ഡാറ്റ ഓർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് അല്ലെങ്കിൽ റോ ഡാറ്റ, നിങ്ങൾക്ക് റോ ആയിട്ട് എഴുതുന്ന രീതിയിലുള്ള, ഓക്കെ, ഗ്രൂപ്പ് ആക്കിയിട്ടില്ല. അപ്പോൾ അത് ഏതൊക്കെയാണ്? x1, x2, x3 and etc. xn ആർ n ഒബ്സർവേഷൻസ് ആണ്. n ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഡാറ്റ ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. ഇപ്പോൾ നമുക്ക് 4 നമ്പേഴ്സ് ആണോ തന്നതെന്നൊന്നും അറിയില്ല. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ. 1 2 3 4 5 എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തു പറയാം? ഇതിൽ n എന്ന് പറയുന്നത് 5 ആണ്, n = 5 ആണ് എന്ന് പറയുന്ന പോലെ. ഇതിൽ നമുക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് വ്യക്തമല്ല. അതുകൊണ്ടാണ് xn എന്ന് കൊടുത്തിരിക്കുന്നത്. n ഒബ്സർവേഷൻസ് ഉണ്ട്. എത്രയോ ഒബ്സർവേഷൻസ് ഉണ്ട്. എത്ര ഒബ്സർവേഷൻ എന്നുള്ളത് ക്വസ്റ്റ്യൻ തന്നാലേ മനസ്സിലാവുള്ളൂ. ഇനി ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഇക്വേഷൻ ഇതാണ്: എക്സ് ബാർ ഈക്വൽ ടു x1 + x2 + etc. + xn. എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ xn ഇല്ല, സിഗ്മ x/n എന്നുള്ളതാണ്. ഇനി നാം പറഞ്ഞത് ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. എന്താണ് സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് പഠിച്ചു വയ്ക്കാം. ഈ ഇക്വേഷൻ പഠിക്കാൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വേണ്ട, ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കാം. നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിനൊക്കെ എന്ത് ചെയ്യുക? സമ്മ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയില്ലേ, അതിന് വേണ്ടിയിട്ടാണ് സമ്മേഷൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ സമ്മ് ചെയ്യണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
ഈ ഇക്വേഷൻ പഠിക്കാൻ പറ്റില്ല, എന്താണ് ഇത്ര വലിയ ഇക്വേഷനൊന്നും എഴുതാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സിമ്പിളാക്കിയിട്ട് എഴുതാം. അത്രേ ഉള്ളൂ ഉദ്ദേശിച്ചത്. അപ്പോൾ എക്സ് ബാറിനെ നമുക്ക് ഈ രണ്ട് രീതിയിൽ എഴുതിയാലും കുഴപ്പമില്ല, രണ്ടും സെയിം മീനിങ് തന്നെ. എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്യണം, സം ചെയ്യണം. അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ, സമ്മേഷനാണ് കേട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമുക്കൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി എം ആണ്. എന്താണ് എം? അരിതമെറ്റിക് മീൻ. എന്താണ് അരിതമെറ്റിക് മീൻ? അരിതമെറ്റിക് മീനാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, പറയും. സോ എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ പറയും അവർ. നമുക്ക് തന്നിരിക്കുന്നത് എന്താ, 12, 18, 14, 15, 16 എന്നൊക്കെ പറയുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് നോക്കാം. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 5 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്നെ എത്രയായിരിക്കും? 5. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ എഴുതാം, കുഴപ്പമില്ല. എന്ത് എഴുതാം? എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കിതൊക്കെ കൂടി കൂട്ടിയിട്ടേ ഇവിടെ എഴുതിയാലും മതി. കൂട്ടി എത്ര കിട്ടുക? 75 എന്ന് കിട്ടും അല്ലേ. കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 75 കിട്ടും. എത്ര നമ്പേഴ്സ് ഉണ്ട്? എൻ എത്രയാണ്? 5 ആണ്. എന്നിട്ട് നമുക്ക് ആൻസർ എഴുതാം. എത്രയാണ്? 15 അല്ലേ വരിക. അങ്ങനെ എഴുതണമെങ്കിൽ എഴുതാം, ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു എൻ എത്രയാണ്? 5 ആണ് അല്ലേ. അപ്പോൾ x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് ഏതുവരെ എഴുതും? xn എൻ എന്താ? 5 ആണല്ലേ. അപ്പോൾ 5 വരെ എഴുതും ബൈ എൻ ഇപ്പോൾ എത്രയാ? 5 അല്ലേ. അപ്പോൾ ഈക്വൽ ടു ഇതൊക്കെ കൂടി സം ചെയ്യാമെന്നുള്ള. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ എഴുതാൻ വേണമെങ്കിൽ 12, 18, 14, 15, 16 ബൈ 5 ഇതൊക്കെ കൂടി സം ചെയ്താൽ നമുക്ക് 75 എന്ന് കിട്ടും. ബൈ 5 ഈക്വൽ ടു 15. ഇങ്ങനെയും ചെയ്യാം. ഇതിൻ്റെ അകത്ത് ആവശ്യമൊന്നുമില്ല, സത്യം പറയുകയാണെങ്കിൽ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇതൊക്കെ കൂടി സം ചെയ്താൽ നമുക്ക് 75 ബൈ 5. ഈ രണ്ട് രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. കാരണം നമുക്ക് എക്സാം അല്ല, നമ്മളിപ്പോൾ മത്സരിക്കുകയാണല്ലോ. സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുകയാണ് നല്ലത്. നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ അരിതമെറ്റിക് മീനിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇനി എന്താ പഠിക്കുന്നത്? ഫ്രീക്വൻസി ഡാറ്റ. എന്താ ഫ്രീക്വൻസി ഡാറ്റ? നമുക്ക് കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ടാവും, എൻ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടാവും അല്ലേ. എന്താ ഫ്രീക്വൻസി ഡാറ്റയിലും വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പോൾ x1, x2, x3 എന്ന് പറയുന്ന കുറേ നമ്പേഴ്സ്, എൻ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടാവും. ഇനി ഇതിനെ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് തന്നിട്ടുണ്ടാവും? ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് ഇത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ട്, എൻ ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അതിന് ഇക്വേഷൻ എന്താ? എക്സ് ബാർ ഈക്വൽ ടു x1 f1 x1 പ്ലസ് f2 x2 പ്ലസ് f3 x3 പ്ലസ് n എക്സെട്ര പ്ലസ് fn xn ഓൾ ഡിവൈഡഡ് ബൈ f1 f2 ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്യണം? fn വരെ സം ചെയ്യാം. ഈക്വൽ ടു സിഗ്മ നമ്മൾ പഠിച്ചുല്ലേ മുന്നേ, എന്താ സമ്മേഷൻ അല്ലേ. അപ്പോൾ സമ്മേഷൻ തന്നെയാണ്. അപ്പോൾ സമ്മേഷൻ അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. ഈ സിഗ്മ എഫ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്തും വിളിക്കാം, എൻ എന്നും വിളിക്കാം. എന്താണ്? എൻ. പഠിച്ചു വയ്ക്കാട്ടെ. അപ്പോൾ തന്നെ നമുക്ക് അടുത്ത കാര്യത്തിൽ പറയാനുണ്ട്, എന്താണ് എൻ എന്നൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇതിനെ നമുക്ക് ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയാമല്ലേ, എന്താ ഫ്രീക്വൻസിയുടെ സമ്മ് അല്ലേ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോളോയിങ് ഡാറ്റ ഇൻഡിക്കേറ്റ് ഡെയിലി ഏർണിംഗ് ഇൻ ₹40 വർക്കേഴ്സ് ഇൻ ഫാക്ടറി. ഡെയിലി ഏർണിംഗ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? എത്രയാണ്? 5, 6, 7, 8, 9 തന്നിട്ടുണ്ട്. എത്ര വർക്കേഴ്സ് ഉണ്ട്? നമ്പർ ഓഫ് വർക്കേഴ്സ്. എത്ര വർക്കേഴ്സ് ഉണ്ട്? 3, 8, 12, 10, 7. കാൽക്കുലേറ്റ് ദി എവറേജ് ഇൻകം പെർ വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ എവറേജ് ഇൻകമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഡെയിലി ഏർണിംഗ് ചെയ്യുന്നത് നമുക്കൊരു ടേബിളായിട്ട് ഞാൻ വരച്ചു. അതുപോലെ നമ്പർ ഓഫ് വർക്കേഴ്സ്, എത്ര വർക്കേഴ്സ് ഉണ്ട് എന്നുള്ളത് ഒരു വേറെ ടേബിളായിട്ട് വരച്ചു. 2 കോളാക്കി, ടേബിളല്ല 2 കോളമാക്കി. ഓക്കെ, എങ്ങനെ കോളാക്കിയത്? റഫായിട്ട് വരച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഒരു കോമ്പറ്റീഷനല്ലേ, അപ്പം സമയം വലിയ സ്കെയിലൊന്നും വെച്ചിട്ട് വർക്കൊന്നും വേണ്ട, റഫായിട്ട് വരച്ച് വയ്ക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമുക്കിതൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് എക്സിൻ്റെ സമ്മാണ്. നമുക്ക് കിട്ടിയിരുന്നത് എക്സും എഫും ആണ് അല്ലേ. എക്സും എഫും. എൻ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു, അതിനെ ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഇത് x1 x2 അങ്ങനെ ഇതുവരെ ഉണ്ട്, x5 വരെ ഉണ്ടാവും അല്ലേ. 5 നമ്പേഴ്സ് ഉണ്ടല്ലോ.
ഇനി അതേപോലെ തന്നെ F1 F2 എന്ന് പറഞ്ഞിട്ട് എത്ര വരെ ഉണ്ടാവും? F5 വരെ ഉണ്ടാവും. അത് നമുക്ക് നോക്കണ്ട, നമ്മളെന്താ ചിന്തിക്കുന്നത്? Fx കണ്ടുപിടിക്കാം അല്ലേ, എന്നിട്ട് അതിനെ സം ചെയ്താൽ മതി, അത്രേ വേണ്ടൂ ചിന്തിക്ക്. ഇനി അപ്പോൾ നമുക്ക് സം ചെയ്യാം, അല്ല Fx കണ്ടുപിടിക്കാം. Fx കണ്ടുപിടിക്കുമ്പോൾ 5 × 3 15, 6 × 8 48, 7 × 12 7 × 12 84, 8 × 10 80, 9 × 7 63. ഇനി ഇതൊക്കെ എന്ത് ചെയ്യുക? അപ്പോൾ Fx കിട്ടിയിട്ടാണ്, കുറേ നമ്പേഴ്സ്, കുറേ ഡാറ്റ കിട്ടി Fxൻ്റെ. ഇതൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യണം? സം ചെയ്യണം. സം ചെയ്താൽ 290 എന്ന് കിട്ടും. ശരിയാ, സം ചെയ്ത് നോക്കുക കേട്ടോ, സം ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ സം ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഇതൊക്കെ സം ചെയ്തപ്പോൾ 290 കിട്ടി. ഇതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 290 ബൈ എത്രയാണ്? 5 അല്ലേ, നേരത്തെ പറഞ്ഞു ഞാൻ 5. ഈ എൻ ആ എൻ അല്ലല്ലോ, ഈ എൻ അല്ല ആ എൻ. ഇതെന്താ? എൻ ഒബ്സർവേഷൻ. ഈ എൻ എന്താ? അതാണ് നിങ്ങളൊന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്, നിങ്ങൾക്ക് തെറ്റിയില്ലേ? അപ്പോൾ ഈ എൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സമ്മാണ്. ഫ്രീക്വൻസിയുടെ സമ്മാണ് എന്ന് പറഞ്ഞു അല്ലേ, നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഫ്രീക്വൻസിയുടെ സമ്മാണ്. എത്ര നമ്പേഴ്സ് വർക്കേഴ്സ് ഉണ്ട്, നമ്പർ ഓഫ് വർക്കേഴ്സ് എത്രയാണ്? ഇതിനൊക്കെ കൂടിയിട്ട് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40 കിട്ടും. എത്രയാ? 40. അപ്പോൾ 40 എന്ത്? എൻ കേട്ടോ. ക്യാപിറ്റൽ എന്നും സ്മോൾ എന്നും രണ്ടാണ്. അത് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ ഈ ഒബ്സർവേഷൻ എസ് എത്ര എണ്ണുണ്ട്? 1 2 3 4 5. 5 ആണെങ്കിൽ ഇതാണ് സ്മോൾ എൻ. ക്യാപിറ്റൽ എൻ വരുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എഫ് എന്നാണ്. സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ സമ്മാനെയാണ് ഉദ്ദേശിക്കുന്നത്. 40 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 29/4 എന്ന് വരും. നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതെന്താ വരിക? 7 അല്ലേ. 7 × 4 എന്ന് പറഞ്ഞാൽ 28. അപ്പോൾ 7 വരും, 28. ഓക്കെ. ഇനി ബാക്കി നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടുന്നത് അല്ലേ. ഇനി നമുക്ക് ഇതിൽ പോവോ? ഇല്ല, 0 വരും. 0 കൊടുക്കാം. ഇനി ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് പോയിൻ്റ് വരും അല്ലേ. 0 ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിൻ്റ് എടുക്കാം. ഓക്കെ, പോയിൻ്റ് കൊടുക്കാം. ഇനി എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടുമ്പോൾ 4 × 2 ചെയ്യുമ്പോൾ 8 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തും? 2 അടിയിൽ 8 സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും വീണ്ടും. ഇനി ഇത് സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലേ, സോൾവ് ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഇത് നമ്മൾ 0 കൊടുക്കുന്നു. 0 കൊടുക്കുന്നു ഇവിടെ കേട്ടോ. നമുക്ക് എന്താ കിട്ടുക? 5. ഇപ്പോൾ ഇവിടെ 5 കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാനൊക്കെ അറിയില്ലേ, അങ്ങനെ ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. വല്ല ട്രിക്ക് ഉണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്ത് വയ്ക്കാം. 7.25. എന്താ? എക്സാമ്പിൾ 2 ആണ്. കാൽക്കുലേറ്റ് ദി AM തന്നെയാണ് തന്നിരിക്കുന്നത്. പക്ഷേ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഫ്രീക്വൻസിയും കൂടി തന്നിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാം. ഫ്രീക്വൻസിയാണ്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ക്ലാസ് ഇൻ്റർവെൽ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് വെച്ചാൽ? ഇപ്പം നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ കൊടുക്കുന്നത് എന്തിനാണ്? 0 to 4 അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു അപ്പറും ഉണ്ടാവും, ഒരു ലോവർ ലിമിറ്റും ഉണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ ഒരു ക്ലാസ് ഇൻ്റർവെല്ലൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടാണ് സോൾവ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ ക്ലാസ് ഇൻ്റർവെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രോബ്ലം ഇങ്ങനത്തെയും ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് നോക്കി നോക്ക്. ക്ലാസ് ഇൻ്റർവെൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഇത് രണ്ടും കൂടി കൂട്ടാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0 + 4 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 0 + 4 കിട്ടിയാൽ എന്താ കിട്ടുക? 4 അല്ലേ. ഇത് കൂടി ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ 4/2 ചെയ്ത് കഴിഞ്ഞാൽ 2. അതേപോലെ തന്നെ 8 + 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 12. 12/2 6. അങ്ങനെ സമ്മ് ചെയ്യുക, 2 ചെയ്യുക. സമ്മ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? മിഡ് വാല്യൂ കിട്ടും അല്ലേ. ഇത് രണ്ടും കൂടി സമ്മ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ട്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് എന്താ കിട്ടുക? അതിൻ്റെ മിഡാണ് കിട്ടുക അല്ലേ. മിഡ് വാല്യൂ ആണ് കിട്ടുക. അതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? എക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ 4 ഇൻ്റർവെൽ ഉണ്ടെങ്കിൽ ആ 4 നമ്പേഴ്സ് നമുക്ക് എക്സ് കിട്ടും. 4x കിട്ടും എന്ന് വെച്ചാൽ x4 വരെ കിട്ടും. ഇനി എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ fx കണ്ടുപിടിക്കണം. fx കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യണം? സം ചെയ്യരുത്, മൾട്ടിപ്ലൈ ചെയ്യണം.
മൾട്ടിപ്പിൾ ചെയ്യാം അല്ലേ. 1 ഇൻറ്റു 2 2, 4 ഇൻറ്റു 6 4 ഇൻറ്റു 6 24, 3 ഇൻറ്റു 10 30 അല്ലേ. 13 അല്ല 30 ചുമ്മാ ജസ്റ്റ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, ഇനി 14 ഇൻറ്റു 2 28, ഇതൊക്കെ കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 84 കിട്ടും. ജസ്റ്റ് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നല്ല, കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടി കേട്ടോ. നിങ്ങൾ റോബോട്ടാണെന്നൊന്ന് വിചാരിച്ച് വെക്കരുത്. അപ്പോൾ എഫ് എക്സിൻ്റെ സമ്മ് നമുക്ക് എത്ര കിട്ടി? 84 അല്ലേ. എഫ് എക്സിൻ്റെ സമ്മാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് മുകളിലത്തെ ന്യൂമറേറ്റർ കിട്ടി കേട്ടോ. ഇതാണ് ന്യൂമറേറ്റർ നമുക്ക് കിട്ടി. ഇനി അതേപോലെ തന്നെ എന്ത് കിട്ടണം? എൻ കിട്ടണം അല്ലേ. ഏതന്നെ അത് മാറ്റരുത് കേട്ടോ. ഇത് ക്യാപിറ്റൽ തന്നെയാണ്. ക്യാപിറ്റൽ തന്നെ എന്തായിരുന്നു? ഫ്രീക്വൻസിയുടെ സമ്മ് അല്ലേ. ഫ്രീക്വൻസിയുടെ സമ്മ്, സം ഓഫ് ഫ്രീക്വൻസി, സമ്മേഷൻ ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസിയുടെ സമ്മ് എത്രയാണ്? 10 അല്ലേ. അപ്പോൾ 10, അപ്പോൾ എന്നിൻ്റെ പ്ലേസിൽ 10 കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? ഒരു ഡെസിമൽ മാറ്റി കൊടുക്കുക. അപ്പോൾ 8.4 അല്ലേ. അത്രയേ ഉള്ളൂ. സിമ്പിൾ പ്രോബ്ലം അല്ലേ.